എൻ്റെ ടീംമേറ്റ്സ് ഉൾപ്പെടെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഫാമിലി അവർക്ക് സപ്പോർട്ടീവ് അല്ല, പാരൻസ് സപ്പോർട്ടീവ് അല്ല, ഫ്രണ്ട്സ് സപ്പോർട്ടീവ് അല്ല, ഇപ്പം ഹൗസ് വൈഫ്സ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സപ്പോർട്ട് അല്ല എന്നുള്ളത്. അവിടെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടല്ല എടുക്കേണ്ടത്, അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഇല്ലായ്മ നിങ്ങളെ സ്ട്രോങ് ആക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, ഇപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ലൈഫിലും ഇതേ സപ്പോർട്ട് തന്നെ നമുക്ക് തരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. ഇപ്പം നമ്മൾ എന്നും കൂടെ കാണുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ പാരൻസ് പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കാണണമെന്നില്ല, ഇല്ലേ? അതിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാതെയാണ് നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളത് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് പറ്റുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ പഠിക്കും. നല്ല രീതിയിൽ നിങ്ങളവിടെ സ്ട്രോങ് ആക്കാനായിട്ട് സപ്പോർട്ട് ഇല്ലായ്മ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരു പെട്ടെന്നൊരു ഡൗൺ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പെട്ടെന്നൊരു അടിയായിട്ട് മാറാം. പക്ഷേ ഒട്ടും സപ്പോർട്ട് ഇല്ലാതെ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭൂമികുലുക്കം സംഭവിച്ചാലും അവിടെ പെട്ടെന്നൊരു അനക്കം സംഭവിക്കില്ല. കാരണം ഒറ്റയ്ക്ക് മനസ്സിലാക്കി വന്ന ഒരാളാണ്, ഇല്ലേ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ സപ്പോർട്ടീവ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കാതെ അതൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക.